മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. പുറത്ത് വിട്ടാലേ ബലരാമൻ സാറിന്റെ ആൾക്കാർ കാത്തു നിപ്പുണ്ട്. കോടതി കൂടിയാണെങ്കിൽ 14 വർഷം കഴിയുമ്പോ ചിലപ്പോ പുറത്തു വരാൻ പറ്റും. ഇവരുടെ കൈപ്പെട്ട 14 സെക്കൻഡിനപ്പുറം ജീവിതം കാണില്ല, തീർത്തു കളയും. ഇനി ഞാനൊരു സത്യം പറയാം. ബലരാമൻ സാർ ഇന്നലെ എന്റെ സ്വപ്നത്തിൽ വന്നു. ഇന്നലെ അദ്ദേഹത്തെ തന്നെ ഓർമ്മിച്ചു കിടന്നു. അതെന്തുകൊണ്ടാ ഞാനങ്ങനെ ചിന്തിച്ചെന്നറിയില്ല. അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി. ഉറക്കത്തില് ബലരാമൻ സാർ വന്ന് എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. സ്വപ്നത്തിലുള്ളത് നമ്മൾ മറന്നുപോവല്ലോ. പറഞ്ഞൊന്നും ഓർമ്മയില്ല. പക്ഷെ ഞാൻ കണ്ടു. പാവം തോന്നി. പാവം സാറ്, പാവം ചന്ദ്രമതി മാഡം. മാഡം എങ്ങനെ ജീവിക്കും? എന്റെ അച്ഛൻ ദുഷ്ടൻ, ഒട്ടും ദയയില്ലാതെ കൊന്നു കളഞ്ഞില്ലേ. എന്നിട്ട് എന്തായി അമ്മേ? മന്ത്രി എന്താ പറഞ്ഞേ? നമ്മളെ സഹായിക്കോ? ഇല്ല, അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഒരു കാര്യം ഉറപ്പാ, എല്ലാ രാഷ്ട്രീയക്കാരും ഏതാണ്ട് ഒരുപോലെയാ, സിദ്ധു ഒഴികെ. സ്വന്തം ഇമേജാ അവർക്കെല്ലാവർക്കും പ്രധാനം. കാണുമ്പോ അവർക്ക് 100 നാവാ. വിളിച്ചാ മതി, എന്തും ഞാൻ നടത്തിത്തരാം, എന്നൊന്ന് വിളിച്ചാ പോരായിരുന്നോ എന്നൊക്കെ. അപ്പൊ നമ്മളങ്ങ് സന്തോഷിക്കും. കാര്യത്തോടെടുക്കട്ടെ, അപ്പൊ കാണാം യഥാർത്ഥ മുഖം. അപ്പോ മിനിസ്റ്റർ നന്ദുവിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യില്ലേ? ഞാൻ പറഞ്ഞതിന്ന് നിനക്ക് മനസ്സിലായില്ലേ? മോളെ, സിദ്ധു ഇപ്പൊ എല്ലാവർക്കും ഒരു ബാധ്യതയാ. പാർട്ടിയെയും നേതാക്കളെയും വെറുപ്പിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഇതിൽ ഇടപെടാനുള്ള ബുദ്ധിമുട്ടുകള് വളരെ ബുദ്ധിപരമായി മേരി തോമസ് അവതരിപ്പിച്ചു. എനിക്ക് മനസ്സിലായി മോളെ, നമുക്കിനി നമ്മളേ ഉള്ളൂ. ഒരവസരത്തിൽ ഞാൻ എല്ലാം വിളിച്ചു പറയാന്ന് വെച്ചതാ. നിങ്ങളുടെ മകള് കാരണമാ എന്റെ സിദ്ധു ജയിലിലായതെന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷെ സിദ്ധു തന്നെ എന്റെ മനസ്സിലിരുന്ന് എന്നെ വിലക്കും പോലെ തോന്നി. തനൂജയെക്കുറിച്ച് മേരി തോമസ് പറഞ്ഞു. തനൂജ കൊടുത്ത പരാതി കയ്യിലിരിക്കുകയാണെന്ന്. ആ സമയത്ത് ഞാൻ വിധിയുടെ ഓരോ തീരുമാനങ്ങളെക്കുറിച്ച് ആലോചിച്ചത്. ഒരു പെൺകുട്ടി സ്വന്തം അമ്മയാരാണെന്ന് കണ്ടുപിടിക്കാൻ അമ്മയ്ക്ക് തന്നെ അപേക്ഷ നൽകുന്നു. ആ അപേക്ഷയിൽ അമ്മ തന്നെ അന്വേഷണം നടത്തുന്നു. തനുജയുടെ കാര്യം എന്തെങ്കിലും ആവട്ടെ, നന്ദുവിനെ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം? എനിക്കറിയില്ല മോളെ. ചിലപ്പോ ഞാൻ പാപങ്ങൾ കുറെ ചെയ്തു കൂട്ടിയിട്ടുണ്ടാവും. അതൊക്കെ അനുഭവിക്കണമല്ലോ. സിദ്ധുവിനെ പോലെ ആവരുത് മനുഷ്യര്. ഈ ലോകത്ത് ജീവിക്കാൻ കൊള്ളില്ല എന്ന് മനസ്സിലാക്കി കള്ളവും വഞ്ചനയും ഒക്കെ പഠിക്കണമായിരുന്നു. ഒരു കുഞ്ഞിനെ ജനിച്ച സമയത്ത് തന്നെ കൊല്ലാൻ പോന്നു എന്നറിഞ്ഞാൽ കണ്ടില്ല എന്ന് നടിക്കണമായിരുന്നു. അതിനെ വളർത്തിയ ഒരാളാക്കരുതായിരുന്നു. നല്ലവർക്ക് കാലമില്ലെന്ന് സിദ്ധു അറിയണമായിരുന്നു.
മാഡം. രജനിക്ക് എങ്ങനെയുണ്ട് മോനെ? ഇല്ല, കുഴപ്പമില്ല. നന്ദന്റെ കാര്യം അവൾ അറിഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അത് നന്നായി. നിങ്ങൾ നിങ്ങളുടെ ജീവിതം നന്നായിട്ട് ജീവിക്കാൻ നോക്ക്. ഞങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിൽക്കണ്ട. ഞങ്ങൾ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. ഏയ്, അങ്ങനെയൊന്നും പറയരുത്. എല്ലാം ശരിയായിക്കോളും. ഇല്ല സർ, പിന്നീട് എന്നെ വിളിച്ചിട്ടില്ല. ആ അതെ സർ, അതെ. ആ ശരി സർ. ഗിരീഷേട്ടൻ എപ്പോഴാ വന്ന? ഞാനിതിപ്പോ വന്നേ ഉള്ളൂ. ഞാൻ സ്റ്റേഷനിൽ വിളിച്ചിരുന്നു അമ്മ. നന്ദുവിന്റെ കാര്യത്തില് അന്വേഷണം നടക്കുന്നുണ്ട്, ഉടനെ ആളിനെ കിട്ടുമെന്നൊക്കെ അവര് പറയുന്നത്. പക്ഷെ പോലീസിന്റെ പറച്ചിലിന് ഒരു ആത്മാർത്ഥത ഇല്ലാത്ത പോലെയാ. അങ്ങനെ വിചാരിക്കണ്ട, അന്വേഷണം നടക്കുമല്ലേ. അവരന്വേഷിക്കില്ല. ബലരാമനുമായിട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബന്ധമുള്ളവരാ മിക്ക സ്റ്റേഷനുകളിലും. അവരൊന്നും അന്വേഷിക്കാൻ പോകുന്നില്ല. അന്വേഷിക്കില്ല എന്ന് മാത്രമല്ല, കുറ്റം ഇനി നന്ദന്റെ തലയിൽ വയ്ക്കുകയും ചെയ്യും. മാഡം വിഷമിക്കാതെ. നന്ദനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവരും. പേടിക്കത്തക്കതായിട്ടൊന്നും ഉണ്ടാവില്ല. തൽക്കാലം നന്ദൻ എങ്ങോട്ടൊന്ന് മാറി നിൽക്കുന്നു. അങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ എന്നെ വിളിക്കാതിരിക്കില്ല ഗിരീഷേട്ടാ. ഈശ്വര, എന്ത് വിധിയാ ഞങ്ങൾക്ക് തരുന്നത്? അമ്മ, ഇവളുടെ കാര്യം ഞാൻ കാരണം ഒരുപാട് കണ്ണീര് കുടിച്ചിട്ടുണ്ട് ദേവിക. എനിക്കറിയാം. ഒരു മനസ്സമാധാനവും ഞാൻ കൊടുത്തിട്ടില്ല. അവസാനം ഇവളെ സ്നേഹിച്ചു തുടങ്ങിയപ്പോ അടുത്തടി ദൈവം തന്നു. എന്റെ സിദ്ധു എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ സിദ്ധു കൊലപാതകയായി. നന്ദന്റെ കാര്യം ഇങ്ങനെ. ഇതിനിടയ്ക്ക് രജനിയും അനുഭവിച്ചു. എല്ലാവർക്കും ഓരോരോ. ആത്മഹത്യ ചെയ്ത എല്ലാത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാന്നറിയാം. പക്ഷെ ധൈര്യമില്ല. ആത്മഹത്യ ചെയ്യൽ രക്ഷപ്പെടലാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമല്ലേ മാഡം? ആർക്ക് എന്ത് പ്രശ്നം വന്നാലും ഉടനെ അങ്ങ് ആത്മഹത്യ ചെയ്താൽ മതിയല്ലോ. ആത്മഹത്യ ചെയ്ത് രക്ഷപ്പെടുകയല്ല, ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുക വേണ്ടത്. നമ്മുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി വലിയ പ്രതിസന്ധി തന്നെയാണ്. പക്ഷേ അത് നമ്മൾ ഒരുമിച്ച് നേരിടും. മേഡം സമാധാനമായിട്ടിരിക്കേ. ഞാൻ നന്ദനെ അന്വേഷിക്കുന്നുണ്ട്. നന്ദനെ കുറിച്ച് ഉടനെ തന്നെ അറിവ് കിട്ടും. ശത്രുക്കള് ഇങ്ങോട്ട് അന്വേഷിച്ച് വരണ്ടെന്ന് കരുതി നന്ദൻ മനഃപൂർവ്വം മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ദേവിക. ദേവികയെ വിളിക്കാതിരിക്കുന്നത് ഫോൺ നമ്പർ വെച്ചിട്ടൊന്നും നന്ദനെ കണ്ടുപിടിക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. ഗിരീഷേട്ടൻ പറയുന്ന പോലെ തന്നെ ആയാൽ മതിയായിരുന്നു. പക്ഷെ ശത്രുക്കള് വലിയ ശക്തരാ ഗിരീഷേട്ട. മുരളേട്ടൻ പറഞ്ഞു. ആക്രമിച്ചവരെ മുരളി വ്യക്തമായിട്ട് കണ്ടിരുന്നോ? പെട്ടെന്നുള്ള അടി കിട്ടിയതോടെ പിന്നൊന്നും ഓർമ്മയില്ലെന്ന് മുരളേട്ടൻ പറഞ്ഞ്. എനിക്കൊരു സംശയം വെച്ചിട്ട് ഞാൻ തനുജ ചെന്ന് കണ്ടിരുന്നു. അവൾക്ക് നന്ദുവിനോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിന്റെ പിറകിൽ അവളുണ്ടെന്ന് തോന്നുന്നില്ല. മറ്റാരോ ആണ്. ബലരാമനുമായിട്ട് ബന്ധപ്പെട്ട ആരോ. പുറകിൽ ആരായാലും നന്ദനെ കണ്ടുപിടിച്ചിരിക്കും. എന്റെ വാക്കാ.
ഈ പ്രശ്നവും പ്രതിസന്ധിയും ഒക്കെ വൈകാതെ അങ്ങ് മാറും. സിദ്ധാർത്ഥൻ സാറിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും. പിന്നെ ദാ ഈ വീട് പഴയ പോലെ സന്തോഷം നിറഞ്ഞ ചന്ദ്രോത്താവും. ഗിരീഷേട്ടന്റെ വാക്കുകൾ കേൾക്കുമ്പോ ഒരു വലിയ സമാധാനം കിട്ടുന്നുണ്ട്. ഇതും ദൈവം എനിക്ക് തന്ന മറുപടിയാ. എല്ലാവരെയും വെല്ലുവിളിച്ച് ഞാനാണ് വലിയ ആളെന്ന് കരുതി നടന്ന കാലത്ത് ഗിരിയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ ആപത്ത് സമയത്ത് ഗിരീഷിനെ പോലൊരു മകനെങ്കിലും കൂടെ ഉണ്ടായല്ലോ. രജനിയെ ഗിരീഷിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ അവൾക്കും ഒരു ജീവിതം ഇല്ലാതായി പോയനെ. കഴിഞ്ഞതിനെ കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. നമുക്ക് സിദ്ധാർത്ഥൻ സാറിനെ പുറത്തു കൊണ്ടുവരാനുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. നന്ദൻ എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരും. ഞാൻ എന്തായാലും മുരളി ഒന്ന് വിളിക്കട്ടെ. ആ ഗിരീഷേട്ടാ. ആ മുരളി, മുരളി വീട്ടിലുണ്ടോ? ആ ഞാൻ വീട്ടിലുണ്ട്. എനിക്ക് മുരളി അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നല്ലോ. ആ കാണാം. ഗിരീഷേട്ടൻ ഇങ്ങോട്ട് വരികയാണോ അതോ പുറത്തെവിടെയെങ്കിലും വെച്ച് കാണണോ? വേണ്ട, വീട്ടിൽ വെച്ചിട്ട് വേണ്ട. നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് തന്നെ കാണാം. ആ ശരി. അല്ല, പുറത്തേക്ക് വരാൻ മുരളിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വല്ലതും ഉണ്ടോ? ഏയ് സാരമില്ല. നന്ദന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാ. ഗിരീഷേട്ട സ്ഥലം പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. എവിടെ വരണ്ടേ? ആ ഓക്കെ, ഞാനിപ്പോൾ ഇറങ്ങാം. ഞാനിപ്പോൾ ചന്ദ്രോത്തുണ്ട്. കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് എത്താം. ശരി ഓക്കെ. ഞാൻ എന്തായാലും മുരളി ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ദേവിക, അമ്മയെ അകത്തേക്ക് കൊണ്ടുപോകും. പോയി വരാം മാഡം. അല്ല, എങ്ങോട്ടാ പോകുന്നേ? ആ ഞാൻ ഗിരീഷേട്ടനെ കാണാൻ പോവാ. ഗിരീഷേട്ടനെ കാണാനേ ഗിരീഷേട്ടന്റെ ആൾക്കാർ പൊയ്ക്കോളൂ. അല്ല ഗൗരി, മുരളി, നീ തൽക്കാലം ഇതിന്റെ പുറകെ പോണ്ട. മുരളേട്ട പ്ലീസ്, പറയുന്നൊന്ന് മനസ്സിലാക്ക്. ആവശ്യത്തിൽ കൂടുതൽ തലവേദനകൾ ഇപ്പൊ തന്നെ ഉണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ ഒരു കൂട്ടം പ്രശ്നങ്ങളുടെ നടുവിലാ നമ്മള്. മോനെ, വീട്ടിലുള്ളവരുടെ മനസ്സമാധാനം ഇല്ലാതാക്കല്ലേ. നന്ദനോടുള്ള നിന്റെ സ്നേഹം ഞങ്ങൾക്ക് അറിയാം. എനിക്കും വാത്സല്യം തന്നെയാ. അവർക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ അന്വേഷിക്കും വേണം. പക്ഷെ നമ്മൾ ആപത്തിലായി പോകരുത്. നമ്മളൊരു ആപത്തിലും ആവില്ലമ്മേ. അമ്മ സമാധാനായിട്ടിരിക്കുക. അങ്ങനെ പറഞ്ഞ പറ്റില്ല. അങ്ങനെ തന്നെ പറയും. നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞത് നന്ദന്റെ കാര്യം നമ്മുടെ വീട്ടുകാര്യമാ. ഗിരീഷേട്ടൻ അതിന്റെ കാര്യത്തിനെ വിളിക്കുന്നത്. ആപത്തിൽ വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകരിക്കാൻ. ഞാൻ പോവും, എന്നെ തടയരുത്. മോനെ, നീ പറയണത് ഒന്ന് കേക്ക്. അല്ലെങ്കിൽ ഞങ്ങളും കൂടെ വരാം. മുരളേട്ടനെ ഒറ്റയ്ക്ക് വിടില്ല. ഗൗരി, നിന്റെ ഒരാവശ്യത്തിനും ഞാൻ ഇതുവരെ ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല. നിന്നെ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവാ ഞാൻ. അതുപോലെ എന്നെ മനസ്സിലാക്കണം. എന്റെ കൂടപ്പിറപ്പിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പോകുന്നു.
അതിനെ ആര് തടഞ്ഞാലും പോവുക തന്നെ ചെയ്യും. മരിച്ചവരെ കുറിച്ച് പറയാൻ പാടില്ലെന്ന്, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. ആ ബലരാമൻ സാർ അങ്ങേര് ജീവിച്ചിരുന്നപ്പോഴും കുറെ പേരെ കണ്ണീര് കുടിപ്പിച്ചു. ദാ ഇപ്പൊ മരിച്ചപ്പോഴും മനുഷ്യരെ കൊല്ല ചെയ്യുക. എന്താ മുരളി ഇത്? അല്ല, നന്ദൻ എവിടെയായിരിക്കും മുരളിക്ക് എന്തെങ്കിലും ഊഹമുണ്ടോ? എനിക്ക് സംശയമൊന്നുമില്ല. ആ ത്യാഗരാജന്റെ ആൾക്കാർ തന്നെയായിരിക്കും ഞങ്ങൾ ആക്രമിച്ചത്. നന്ദൻ അവരെങ്ങോട്ടെങ്കിലും മാറ്റി കാണും. അളിയന്റെ മരണത്തിന് പകരമായിട്ട് സിദ്ധാർത്ഥനങ്ങളുമായിട്ട് ബന്ധമുള്ള എല്ലാവരെയും ത്യാഗരാജൻ ആക്രമിക്കും. അത് ഉറപ്പാ. ഇതിപ്പോ എങ്ങനെയാ നമ്മൾ നേരിടേണ്ടത്? ഞാൻ തുറന്നൊരു കാര്യം പറയാം. ഗിരീഷ് ഏട്ടൻ സൂക്ഷിക്കണം. രജനി ചേച്ചിയുടെ മേലും ശ്രദ്ധ വേണം. നമുക്ക് ബലരാമ സാറിന്റെ വീട് വരെ ഒന്ന് പോയാലോ? ചന്ദ്രമതി മേടത്തെയോ ഈ പറയുന്ന ത്യാഗരാജനെ ഒന്ന് കണ്ടാലോ? ഇപ്പൊ എന്തായാലും വേണ്ട ഗിരീഷ് ഏട്ടാ. അത് മാത്രമല്ല, ഗിരീഷ് ഏട്ടൻ ഒന്നിലും ഇടപെടണ്ട. ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അത് പറഞ്ഞാൽ പറ്റില്ല മുരളി. രജനിയുടെ അനിയനെ കാണാതായിരിക്കുന്നത്. ചന്ദ്രോത്ത് എന്റെയും വീടല്ലേ. എന്റെ വീടിന് നേരെ വരുന്ന ഭീഷണി ചെറുക്കാൻ ഞാനും കൂടെ വേണ്ടേ? അതിനിപ്പോ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ശരി. ഗിരീഷ് ഏട്ടന്റെ ഈ വാക്കുകൾ തന്നെ ഒരു ആവേശം തരുന്നുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ സൂക്ഷിച്ചു വേണം ഇറങ്ങാൻ. ആ ത്യാഗരാജനെ കാണാൻ നേരെ ചെന്ന് കയറണ്ട. സ്വന്തമായിട്ടൊരു സൈന്യം തന്നെ ഉള്ളവന് കരുതി കളിക്കണം. പോലീസ് അന്വേഷണം ചടങ്ങിന് മാത്രമായി. ഒരു ഇഞ്ച് പോലും അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല. പോവില്ല ഗിരീഷേട്ടാ. ത്യാഗരാജന്റെ ഏജന്റുമാർ ചിലർ പോലീസിലും ഉണ്ട്. സത്യസന്ധമായ രീതിയിൽ ഇവിടെ ഒരു ചുക്ക് നടക്കില്ല. സിദ്ധാർത്ഥനങ്ങൾ ജയിലിലായി തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. മീര കേസിന്റെ സമയത്ത് ആ ദേവിക അനുഭവിച്ചത് മീരയുടെ അച്ഛന്റെ മരണത്തോടെ നമ്മുടെ അങ്കിളും അനുഭവിക്കുക. ചന്ദ്രോത്ത് എല്ലാവരും ആകെ തകർന്നിരിക്കുക. കാര്യങ്ങളൊന്നും രജനെ അറിയിച്ചിട്ടുമില്ല. വേണ്ട ഗിരീഷേട്ടാ, രജനീച്ചെ തൽക്കാലം ഒന്നും അറിയിക്കണ്ട. ഞാൻ പറയുന്നത് ഗിരീഷേട്ടൻ രജനി ചേച്ചിയെ ശ്രദ്ധിച്ചാൽ മതി. രജനി ചേച്ചിക്ക് ആ തനുജയുടെ കയ്യിൽ നിന്ന് മുറിവേറ്റതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലേ? ഗിരീഷേട്ടൻ എപ്പോഴും രജനി ചേച്ചിക്കൊപ്പം ഇരിക്കണം. ഓട്ടോ സ്റ്റാൻഡിൽ എന്നെ സഹായിക്കാൻ കുറെ പേരുണ്ട്. എന്തിനും കൂടെ നിൽക്കും. ഞങ്ങൾ ഇറങ്ങാം. കാര്യങ്ങൾ ഗിരീഷേട്ടൻ അറിയിച്ചുകൊണ്ടിരിക്കാം. എന്തായാലും മുരളിയെപ്പോലൊരു ചങ്ങാതി നന്ദന്റെ നേട്ടം തന്നെ. അല്ല, നന്ദൻ എന്റെ നേട്ടമാ ഗിരീഷേട്ടാ. അവന് വേണ്ടി ഞാൻ ചാകും. വെറുതെ പറയുന്നല്ല, ചാവുക തന്നെ ചെയ്യും. എന്തായാലും ഞങ്ങളുടെ ഭാഗത്തുള്ള അന്വേഷണം നടക്കട്ടെ. കിട്ടുന്ന വിവരങ്ങൾ ഗിരീഷേട്ടനെ അറിയിക്കാം. ഗിരീഷേട്ടൻ തൽക്കാലം പൊയ്ക്കും. മുരളി, എന്തുണ്ടെങ്കിലും വിളിച്ചേക്കണം. വിളിക്കാൻ ഗിരീഷേട്ടാ. നമ്മൾ നന്ദനെ കണ്ടുപിടിച്ചിരിക്കും. അവനെ വേദനിപ്പിച്ചവരോട് പകരവും ചോദിക്കും. ശരി. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.